ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡുകളിൽ ഒന്നിനാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷിയായത്. വെടിക്കെട്ട് ബാറ്റിംഗിന് പേരുകേട്ട വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജക്കും സാം കറനും പകരമായി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കളം മാറിയെത്തി. MS ധോണിക്കൊപ്പം ആ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് സഞ്ജുവും ഇനി കളത്തിലിറങ്ങും എന്നത് ആവേശം പകരുന്ന കാര്യം തന്നെയാണ്. ധോണിയുടെ പിൻഗാമിയായാണ് പലരും സഞ്ജു സാംസനെ കാണുന്നത്. എന്നാൽ ക്യാപ്റ്റൻ കൂളിന്റെ ഐതിഹാസികമായ IPL കണക്കുകൾക്കൊപ്പം എത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ടോ? ആ കണക്കുകൾ പരിശോധിച്ച് അവരുടെ പ്രകടനങ്ങൾ താരതമ്യം ചെയ്ത് നോക്കാം. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ കണക്കുകളാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. IPL-ൽ 242 ഇന്നിംഗ്സുകളാണ് ധോണി കളിച്ചിട്ടുള്ളത്. 38.3 ആവറേജിലും 137.45 സ്ട്രൈക്ക് റേറ്റിലുമായി 5439 റൺസാണ് ധോണി നേടിയിട്ടുള്ളത്. ധോണിയുടെ പേരിൽ 24 അർദ്ധ സെഞ്ചുറികളുണ്ട്. എന്നാൽ സെഞ്ചുറികളൊന്നും ധോണി നേടിയിട്ടില്ല. മറുവശത്ത് സഞ്ജു സാംസൺ ഇതുവരെ 172 IPL ഇന്നിംഗ്സുകളാണ് കളിച്ചിട്ടുള്ളത്. 30.94 ആവറേജിലും 139.04 സ്ട്രൈക്ക് റേറ്റിലുമായി 4704 റൺസ് സഞ്ജു നേടി. നാഴികക്കല്ലുകളുടെ കാര്യത്തിൽ സഞ്ജു സാംസൺ ഒരൽപ്പം മുന്നിലാണ്. 30 അർദ്ധ സെഞ്ചുറികളും 3 സെഞ്ചുറികളും സഞ്ജുവിന്റെ പേരിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ ധോണിയുടെ കണക്കുകൾ, പ്രത്യേകിച്ച് ആ 38.3 എന്ന ആവറേജ് വളരെ മികച്ചതായി തോന്നാം. എന്നാൽ ഓർക്കുക, സഞ്ജുവിനേക്കാൾ 70 ഇന്നിംഗ്സുകൾ കൂടുതൽ ധോണി കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നീതിയുക്തമായ താരതമ്യമാണോ? അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ധോണിയും സഞ്ജുവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം മനസ്സിലാക്കാൻ അവരുടെ കരിയറിലെ ഒരേ ഘട്ടത്തിലുള്ള പ്രകടനങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. രണ്ടുപേരും കൃത്യം 172 ഇന്നിംഗ്സുകൾ വീതം പൂർത്തിയാക്കിയ സമയത്തുള്ള കണക്കുകളാണ് ഇനി താരതമ്യം ചെയ്യുന്നത്. 172 ഇന്നിംഗ്സുകൾക്ക് ശേഷം ധോണി 42.49 എന്ന മികച്ച ആവറേജിലും 137.94 സ്ട്രൈക്ക് റേറ്റിലുമായി 4461 റൺസ് സ്കോർ ചെയ്തിരുന്നു. സഞ്ജു സാംസൺ 172 ഇന്നിംഗ്സുകളിൽ നിന്ന് 30.94 ആവറേജിലും 139.04 സ്ട്രൈക്ക് റേറ്റിലുമായി 4704 റൺസ് നേടിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ധോണിയേക്കാൾ കൂടുതൽ റൺസ് സഞ്ജുവാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ധോണിയേക്കാൾ 243 റൺസ് കൂടുതൽ. സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റും ധോണിയുടേതിനേക്കാൾ അല്പം കൂടുതലാണ്. പക്ഷെ അവരുടെ ബാറ്റിംഗ് ആവറേജിൽ വലിയൊരു വ്യത്യാസമുണ്ട്. സഞ്ജുവിന്റെ 30.94 എന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ധോണിയുടെ 42.49 എന്ന ആവറേജ്. അതായത് പുറത്താകുന്നതിന് മുമ്പ് ഓരോ തവണയും സഞ്ജുവിനേക്കാൾ ഏകദേശം 11 റൺസ് അധികം ധോണി നേടുന്നു. ഉയർന്ന ആവറേജ് സൂചിപ്പിക്കുന്നത് ധോണി ക്രീസിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും മത്സരങ്ങൾ ഫിനിഷ് ചെയ്യുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വളരെ നിർണായകമായ മറ്റൊരു ഘടകം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ താരതമ്യത്തെ തന്നെ പാടെ മാറ്റിമറിക്കുന്ന ഒരു ഘടകമാണിത്: അവരുടെ ബാറ്റിംഗ് പൊസിഷനുകൾ. സഞ്ജു സാംസൺ സാധാരണയായി ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്യുന്നത്. ഓപ്പണറായോ അല്ലെങ്കിൽ 3-ാം നമ്പറിലോ ഇറങ്ങുന്ന സഞ്ജുവിനെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും സ്വതന്ത്രമായി സ്കോർ ചെയ്യാനും ധാരാളം ഓവറുകൾ ലഭിക്കുന്നു. മറുവശത്ത് ധോണി സാധാരണയായി മിഡിൽ ഓർഡറിലോ ലോവർ മിഡിൽ ഓർഡറിലോ ആണ് ബാറ്റ് ചെയ്യുന്നത്. സമ്മർദ്ദം അതിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുമ്പോഴും വേഗത്തിൽ റൺസ് ആവശ്യമുള്ളപ്പോഴും ഓവറുകൾ അവസാനിക്കാറാകുമ്പോഴുമാണ് അദ്ദേഹം പലപ്പോഴും ക്രീസിലെത്തുന്നത്. ഒരു ടോപ്പ് ഓർഡർ ബാറ്റർക്ക് ലഭിക്കുന്നത് പോലെ സെറ്റിലാകാനുള്ള സമയം ധോണിക്ക് ലഭിക്കാറില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഡെത്ത് ഓവറുകളിലെ കടുത്ത സമ്മർദ്ദത്തിൽ ബാറ്റ് ചെയ്യുമ്പോഴും 138 സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തിക്കൊണ്ട് 42 മുകളിൽ ആവറേജ് കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു അസാമാന്യ ഫിനിഷറുടെ ലക്ഷണമാണ്. ഫീൽഡിംഗ് നിയന്ത്രണങ്ങളും പവർ പ്ലേ ഓവറുകളും ലഭിക്കുന്ന സഞ്ജുവിന് ബാറ്റിങ്ങിന് അനുകൂലമായ സാഹചര്യത്തിൽ കൂടുതൽ പന്തുകൾ നേരിടാനുള്ള അവസരമുണ്ട്. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടും മികച്ച ആവറേജ് നിലനിർത്താൻ ധോണിക്ക് സാധിച്ചു. അപ്പോൾ ഈ പോരാട്ടത്തിൽ ആരാണ് വിജയിക്കുക? തങ്ങളുടേതായ റോളുകളിൽ രണ്ടുപേരും മികവുറ്റ താരങ്ങളാണെന്ന് വ്യക്തമാണ്. ചുരുക്കത്തിൽ ധോണിയും സഞ്ജു സാംസണും മികച്ച IPL താരങ്ങളാണ്. പക്ഷെ അവർ തിളങ്ങുന്നത് തികച്ചും വ്യത്യസ്തമായ റോളുകളിലാണ്. സഞ്ജു സാംസൺ ഒരു ടോപ്പ് ഓർഡർ വെടിക്കെട്ട് ബാറ്ററാണ്. ഇന്നിംഗ്സിന് അടിത്തറയിടാനും ആക്രമണോത്സുകതയോടെ സ്കോർ ചെയ്യാനും സഞ്ജുവിന് കഴിയും. അദ്ദേഹത്തിന്റെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റും സെഞ്ചുറികൾ നേടാനുള്ള കഴിവും അത് തെളിയിക്കുന്നു. മറുവശത്ത് MS ധോണി എക്കാലത്തെയും മികച്ച മിഡിൽ ഓർഡർ ഫിനിഷർമാരിൽ ഒരാളാണ്. മറ്റാരേക്കാളും മികച്ച രീതിയിൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യാനും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനും ധോണിക്ക് കഴിയും. താഴെയുള്ള പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തിട്ടും ധോണി കാത്തു സൂക്ഷിക്കുന്ന ആവറേജ് അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മികവിന്റെ തെളിവാണ്. സഞ്ജു ധോണിക്കൊപ്പം CSKയിൽ ചേരുമ്പോൾ ആരാധകർക്ക് അതൊരു വിരുന്നായി മാറുമെന്ന് ഉറപ്പാണ്. വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് ആരണിയുമെന്ന ചോദ്യം ബാക്കിയാണെങ്കിലും സഞ്ജുവിന്റെ വരവ് ചെന്നൈ ടീമിനെ ശക്തരാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ താരതമ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് താരങ്ങളും അവരുടെ ടീമുകൾക്കും IPL-നും എത്രത്തോളം വിലപ്പെട്ടവരാണ് എന്ന കാര്യം തന്നെയാണ്.
രണ്ടുപേരും സ്വന്തം റോളുകളിൽ കഴിവ് തെളിയിച്ച ചാമ്പ്യൻ താരങ്ങളാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്.